ആലപ്പുഴയിലെ പ്രശസ്തമായ പല സംഗീത ട്രൂപ്പുകളിലും തബല വായിച്ചിരുന്ന കലാകാരനായ റെയ്നോൾഡ് ഒരനുഗ്രഹീത ഗായകൻ കൂടെയാണ്. കലാജീവിതത്തിൻ്റെ തിരക്കിനിടയിൽ പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് കയറാനാവാതെ അസമാധാന ജീവിതം നയിച്ച റെയ്നോൾഡിൻ്റെ ജീവിതം ഇന്ന് പ്രകാശപൂരിതമാണ്. നിത്യജീവന്റെ വഴികൾ അന്തരംഗത്തിൽ പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിച്ചപ്പോൾ ലഭിച്ച സമാധാനത്തിൻ്റെ നാൾവഴികളെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുകയാണ് റെയ്നോൾഡ്. ഞങ്ങളൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട വ്യക്തിയാണ് ഞാൻ. എൻ്റെ കുടുംബത്തിൽ എൻ്റെ പിതാവും മാതാവും ഞങ്ങൾ 7 മക്കൾ ആയിരിക്കുന്ന 9 പേരുള്ള കുടുംബം. ക്രിസ്തീയ കുടുംബത്തിൽ എന്ന് പറയുമ്പോൾ എൻ്റെ പിതാവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ പിതാവിൻ്റെ കൊച്ചു പ്രായത്തിൽ തന്നെ അച്ഛന്മാരുടെ കൂടെ വളർന്നു വന്ന ഒരു വ്യക്തിയാണ്. അതനുസരിച്ചായിരുന്നു ഞങ്ങൾ വളർന്നു വന്നതും ഞങ്ങളെ വളർത്തിക്കൊണ്ട് വന്നതും. ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ഞങ്ങൾ, പിതാവ് ഭക്തനായൊരു മനുഷ്യനായിരുന്നു. പിതാവ് പള്ളിയിലെ കപ്പിയാരായിരുന്നു. അപ്പോൾ കപ്പിയാരായതുകൊണ്ട് അതനുസരിച്ചുള്ള ഞങ്ങളുടെ പ്രാർത്ഥന ശൈലി ഭക്തിയോടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും പാട്ടുപാടിയാണ് പ്രാർത്ഥിക്കുന്നത് അന്നത്തെ കാലത്ത്. അപ്പം ഞങ്ങളെ പ്രാർത്ഥനയിൽ ജപമാലയൊക്കെ ചെല്ലുമ്പോൾ ഞങ്ങൾ പാട്ടൊക്കെ പാടുമായിരുന്നു. എൻ്റെ ജ്യേഷ്ഠൻ കലാകാരനാണ്, എൻ്റെ അനിയൻ കലാകാരനാണ്. ഞങ്ങളുടെ കുടുംബം മൊത്തം കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ തന്നെ അതുള്ള തബലയൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഞാനൊരു കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട വ്യക്തിയായതുകൊണ്ട് എൻ്റെ പഠനകാലം കഴിഞ്ഞിട്ട് ഞാൻ കലാരംഗങ്ങളിലേക്ക് ഇറങ്ങി. ഏകദേശം ഒരു 95 കാലഘട്ടത്തിൽ ഞാൻ പഠിച്ചിരുന്ന സെൻറ്റ് മേരീസ് ഹൈസ്കൂൾ, പട്ടേൽ സെൻറ്റ് മേരീസ് ഹൈസ്കൂളിൽ സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ തൊട്ടടുത്തൊരു പള്ളിയുണ്ട്, സെൻറ്റ് പീറ്റേഴ്സ് ചർച്ച് എന്ന് പറയും. ആ ചർച്ചിലാണ് ഞാൻ കൊയറിന് തബല വായിക്കാണ്ട് അവിടെ പോയി. തബല വായിക്കാണ്ട് അവിടെ കയറി. ഏകദേശം 85-ലാണ് അത് തബല വായിക്കാണ്ട് ഞാൻ ആ കൊയറിൻ്റെ കൂടെ പോയത്. അവിടെ അറിയപ്പെടുന്ന കലാകാരന്മാരൊക്കെ ഉള്ള കൂട്ടത്തിലായിരുന്നു എനിക്ക്. അപ്പോൾ എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞാൽ കലാകാരന്മാരുടെ കൂടെ പോയിട്ട് എനിക്ക് അറിയപ്പെടുന്ന ഒരു കലാകാരനായി മാറണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ യേശുദാസിൻ്റെ, നമ്മുടെ KJ യേശുദാസേട്ടൻ്റെ കൂടെയൊക്കെ വായിച്ചുകൊണ്ടിരുന്ന, ഫ്ലൂട്ട് വായിച്ചുകൊണ്ടിരുന്ന ജോയിച്ചേട്ടൻ്റെ ടീമായിരുന്നു അത്. ആ ടീമിൻ്റെ കൂടെ എനിക്ക് തബല വായിപ്പാനുള്ള ദൈവം അവസരം നൽകി. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ARL അന്ന് റേഡിയോ നിലയത്തിൽ പലപ്പോഴും കൊയറിനായിട്ട് റേഡിയോ നിലയത്തിൽ ആദ്യമായിട്ട് ഞാൻ കടന്നു പോകാൻ എനിക്ക് ഭാഗ്യം നൽകി. അപ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെ ഞങ്ങൾ താമസിക്കുന്ന ആലിശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആലിശ്ശേരി എന്ന് പറഞ്ഞാൽ അവിടെ എൻ്റെ മാതാവിനും പിതാവിനും മുനിസിപ്പൽ ജോലി ഉണ്ടായിരുന്നു. അതനുസരിച്ചൊരു ക്വാർട്ടേഴ്സ് ഉണ്ട്. ആ ക്വാർട്ടേഴ്സിലാണ് ഞങ്ങൾ ജനിച്ച് വളർന്നത്. അങ്ങനെ അവിടെയാണ് ഞങ്ങൾ താമസിച്ചു വന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാൻ കലാരംഗങ്ങളിൽ പോകുന്നെങ്കിലും എനിക്ക് എൻ്റെ സ്വഭാവത്തിനൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ കലാകാരനാണെങ്കിൽ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ എനിക്കുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ പറഞ്ഞില്ല, എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ കലാകാരനാണ്, തബല വായിക്കും, പാട്ട് എഴുതും, സംഗീതം ചെയ്യും. ആഞ്ചലോസ് എന്നാണ് എൻ്റെ ചേട്ടൻ്റെ പേര്. എൻ്റെ അനിയൻ ഷാജി ഇല്ലിക്കൽ എന്ന് പറയും. ഇപ്പോൾ കലാരംഗങ്ങളിലേക്ക് പ്രവർത്തിച്ചുകൊണ്ട് നല്ലോണം പാട്ട് പാടും, തബല വായിക്കും, പിന്നെ ഡാൻസ് മാസ്റ്ററാണ്. അങ്ങനെ കലാപരമായിട്ട് എൻ്റെ പെങ്ങന്മാരൊക്കെ പാട്ടുകാരൊക്കെ ഉണ്ട്. അങ്ങനെ ഇവരെല്ലാവരും കലാപരമായിട്ടുള്ള ജീവിതത്തിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ മദ്യത്തിലും മയക്കുമരുന്നിലും അടിമപ്പെട്ട് ജീവിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ മദ്യത്തിലും മയക്കുമരുന്നിലേക്ക് അടിമപ്പെട്ടുന്ന മയക്കുമരുന്നിൽ എന്ന് പറഞ്ഞാൽ കഞ്ചാവാണ് ഞാൻ കൂടുതൽ മദ്യത്തിൻ്റെ കൂടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ജീവിച്ചിരുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ കലാരംഗങ്ങളിലേക്ക് എനിക്ക് ഒത്തിരി ഞാൻ പറഞ്ഞില്ല, ഇത്ര അറിയപ്പെടുന്ന കലാരംഗങ്ങളിലേക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആലപ്പുഴയിൽ അറിയപ്പെടുന്ന കലാകാരന്മാർ എന്ന് പറഞ്ഞാൽ ഒന്ന് ആലപ്പി രംഗനാഥ് എന്ന് പറഞ്ഞൊരു പാട്ടുകാരനായിരുന്നു. നല്ല പാട്ടുകാരൻ ആലപ്പി രംഗനാഥ്. നമ്മുടെ സംഗീത സംവിധാനമല്ല, പാട്ടുകാരനായ ആലപ്പി രംഗനാഥിൻ്റെ കൂടെ സംഗീത സദസ്സിലേക്ക് പോയി തബല വായിക്കാണ്ട് എനിക്ക് അവസരം നൽകി. ഞാൻ ഒരു 4 വർഷം സദസ്സിൻ്റെ കൂടെ തബല വായിക്കാണ്ട് പോയി. അപ്പം എല്ലാം ഭക്തിഗാനങ്ങളാണ്, ഹിന്ദു ഭക്തിഗാനങ്ങളൊക്കെ അതിൻ്റെ കൂടെയാണ് തബല വായിക്കാണ്ട് അവസരം നൽകിയത്. അത് എൻ്റെ മാപ്പിളപ്പാട്ടുകാർ ആലപ്പുഴയിൽ അറിയപ്പെടുന്ന റെമില ബീഗം, ആബിദ ബീഗം, പിന്നെ ആലിപ്പി പൊന്നമ്മ, പിന്നെ ബഷീറ ബീഗം, MG നാസർ, ആലിപ്പി സുബേർ, ഇവരെല്ലാം മാപ്പിളപ്പാട്ടുകാർ, ARLലെ പാട്ടുകാരാണ് ആലപ്പിയിൽ. അപ്പോൾ അവിടുത്തെ പാട്ടിൽ അവരുടെ കൂടെ തബല വായിക്കാണ്ട് ARLയിലൊക്കെ പോയി അവിടെ എനിക്ക് A ഗ്രേഡൊക്കെ എനിക്ക് കിട്ടി ഞാൻ തബല വായിക്കാണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് അവസരം അവിടെ കിട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ARLയിലൊക്കെ ഞാൻ തബല വായിക്കാണ്ട് അവരുടെ കൂടെ പോയി തബലയൊക്കെ വായിച്ചൊക്കെ വരുമ്പോഴാണ് ക്ലാപ്സ് ഓർക്കസ്ട്ര, നമ്മുടെ ആലപ്പുഴയിലെ ക്ലാപ്സ് ഓർക്കസ്ട്ര ഗാനമേള ട്രൂപ്പിൻ്റെ കൂടെ ക്ലാപ്സിൻ്റെ ഉദ്ഘാടന പ്രോഗ്രാമിന് അവിടെ നിന്ന് വായിക്കാനായിട്ട് എൻ്റെ ജ്യേഷ്ഠൻ, എൻ്റെ അമ്മയുടെ ചേട്ടത്തിൻ്റെ മോൻ സണ്ണി എന്ന് പറയും. സണ്ണി തബലിസ്റ്റ്, ആലപ്പുഴയിൽ അറിയപ്പെടുന്ന ഒരു തബലിസ്റ്റാണ്.
ആ സണ്ണി ചേട്ടൻ എന്നോട് എൻ്റെ ജ്യേഷ്ഠനാണ്. ഞാനും ആ ജ്യേഷ്ഠനും കൂടെ തബല വായിക്കാണ്ട് ക്ലാബ്സിൻ്റെ ഉദ്ഘാടന പ്രോഗ്രാം. അപ്പം രംഗൻ്റെ അനിയൻ പാട്ടുകാരൻ രംഗനാഥിൻ്റെ അനിയൻ അശോകൻ എന്ന് പറഞ്ഞ സഹോദരനും കൂടെ ആ സമയത്ത് ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് 3 സെറ്റ് തബലയായിരുന്നു അന്ന് ആ ഗാനമേള ക്ലാബ്സ് ഓർക്കസ്ട്രയിൽ ആദ്യമായിട്ട് ആലപ്പുഴ തുടങ്ങുമ്പോൾ തത്തമ്പള്ളി ഓഡിറ്റോറിയത്തിലാണ് വെച്ചാണ് ഉദ്ഘാടനം തുടങ്ങിയത്. അങ്ങനെ ക്ലാബ്സിനൂടെ ഒരു 4-5 പ്രോഗ്രാമിൽ എനിക്ക് വായിക്കാൻ അവസരം നൽകി. ഈ 3 സെറ്റ് തബലക്കാരെ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ തന്നെ അവിടുന്ന് മാറുകയും തുടർന്ന് എൻ്റെ സണ്ണി എന്ന് പറഞ്ഞ ചേട്ടൻ്റെ ജ്യേഷ്ഠൻ ആലപ്പി പാപ്പച്ചൻ എന്ന് പറഞ്ഞ കീബോർഡിസ്റ്റാണ്. പാപ്പച്ചൻ ചേട്ടൻ അന്ന് പോയിക്കൊണ്ടിരുന്ന കഥാപ്രസംഗക്കാരുടെ കൂടെ തേവരോട്ടം സുകുമാരൻ സാർ എന്ന് പറഞ്ഞ സാറുണ്ട്, കൊല്ലത്ത് അഞ്ചൽ എന്ന് പറഞ്ഞ ട്രൂപ്പിൻ്റെ കൂടെ. അവിടെ എനിക്ക് കഥാപ്രസംഗത്തിന് വായിക്കുവാൻ എനിക്ക് അവസരം നൽകി. അങ്ങനെ കഥാപ്രസംഗത്തിൻ്റെ ഇപ്പോൾ ഇതെല്ലാം പോകുന്ന സമയത്തെല്ലാം ഞങ്ങൾ പ്രോഗ്രാം കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ ജ്യേഷ്ഠന്മാരെല്ലാവരും കൂടും, മദ്യം കഴിക്കുകയും മറ്റുള്ള അലമ്പോ ബഹളമൊന്നുമില്ല, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാലം. പിന്നെ യൗവനപ്രായമല്ല, ആ യൗവനപ്രായത്തിലുള്ള ദുശ്ശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് വീണ്ടും എനിക്ക് മലയാള കലാഭവൻ എന്ന് പറഞ്ഞ ഒരു ട്രൂപ്പിൻ്റെ കൂടെ, അതായത് ഇപ്പം ഉദയ സ്റ്റുഡിയോയിൽ മലയാള കലാഭവൻ എന്ന് പറഞ്ഞൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു. അവിടെ ശാരംഗമണി സാർ എന്ന് പറഞ്ഞ സാറാണ് അതിൻ്റെ ഡയറക്ടർ. ആ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പഴയ സിനിമ കുഞ്ചാക്കോ സാറിൻ്റെ പടങ്ങളൊക്കെ വടക്കൻ പാട്ടിലെ കഥകളൊക്കെ എഴുതുന്ന ശാരംഗമണി സാറിൻ്റെ ട്രൂപ്പിൽ എനിക്ക് അവസരം നൽകി. ആ ബാലെ ട്രൂപ്പിൽ ഞാൻ ആദ്യമായിട്ട് ഈ ബാലയിലൊക്കെ പോകുന്നത്. അങ്ങനെ ബാലെ ട്രൂപ്പിൻ്റെ കൂടെയൊക്കെ പോയി തബല വായിക്കുവാൻ അവിടെ ചെന്ന് തബല വായിക്കാണ്ടൊക്കെ ഇരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഈ ബാലെ ട്രൂപ്പിലേക്ക് വായിക്കുന്നത്. അപ്പോൾ അവിടെ സംഗീത സംവിധാനമായിട്ട് ഇരിക്കുന്ന കുമരൻ രായപ്പച്ചേട്ടന. ഞാൻ ഈ പ്രോഗ്രാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഞാൻ താമസിക്കുന്ന ദേശം അതാണ് ആരിശ്ശേരി മുനിസിപ്പൽ ക്വാർട്ടേഴ്സിൽ. അവിടെ ഞങ്ങളെല്ലാം കൂടെ പ്രോഗ്രാം കഴിഞ്ഞാൽ പിന്നെ വേറെ പണിക്കൊന്നും ഞാൻ പോകാറില്ല. എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. എൻ്റെ അപ്പനും അമ്മയ്ക്ക് ജോലിയുണ്ട്, എൻ്റെ ജ്യേഷ്ഠച്ചാർക്കും കലാകരമായിട്ട് പോകുന്നു, പിന്നെ ചേട്ടനും റെയിൽവേയിൽ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അതനുസരിച്ചുള്ള ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ വരുമാനം വീട്ടിൽ കൊണ്ടു കൊടുക്കണമെന്നില്ല. ആ കിട്ടുന്ന പൈസ കൊണ്ടുവന്ന് ഞാൻ അവിടെ നിന്ന് ചീട്ട് കളിയാണ്, ഭയങ്കര ചീട്ട് കളിയായിരുന്നു. ഞാൻ പണം വെച്ച് ചീട്ട് കളിക്കുമായിരുന്നു. ആ ചീട്ട് കളിക്കുന്ന ഇടയ്ക്ക് എനിക്ക് ഞാൻ ശരിക്കും വെറ്റ മുറുക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. സിഗരറ്റിൽ അടിമപ്പെട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ സിഗരറ്റ് വരെ നിർത്താൻ വേണ്ടി പിതാവൊക്കെ ഞങ്ങൾ വീട്ടിലെല്ലാവരും ഒരുമിച്ചിരുന്ന് മുറുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പം വെറ്റ മുറുക്കുന്നതിന് പിതാവിന് എതിർപ്പൊന്നുമില്ല. സിഗരറ്റ് വലിക്കുന്നതിനും വെള്ളം അടിക്കുന്ന എതിർപ്പ്. അതിൻ്റെ പിതാവ് മദ്യമൊന്നും കഴിക്കാത്തൊരു വ്യക്തിയാണ് എൻ്റെ പിതാവ്. അതുകൊണ്ട് ഞങ്ങളുടെ മദ്യം കഴിച്ചിട്ട് വീട്ടിൽ വന്നാൽ ഞങ്ങളെ അടിച്ചിറക്കും. അപ്പോൾ അപ്പച്ചൻ ഇല്ലാത്ത സമയത്തൊക്കെയാണ് ഞങ്ങൾ കൂടുകയും മദ്യം കഴിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ചീട്ട് കളി എന്നുള്ള സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആ ചീട്ട് കളിച്ചും കിട്ടുന്ന പൈസയൊക്കെ ചെലവിനാക്കി ഉപയോഗിക്കുകയൊക്കെ ചെയ്ത് എൻ്റെ കൂട്ടുകാരന്മാരായിട്ട് ഞാൻ കഞ്ചാവൊക്കെ വലിച്ച് മറ്റുള്ള രീതിയിലേക്ക് പേരുദോഷം വരുത്തുന്ന രീതിയിലേക്ക് ഞാൻ എൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ പിതാവിനും മാതാവിനും വളരെ ദുഃഖങ്ങൾ പ്രയാസമുണ്ടായി. എന്ന് പറഞ്ഞാൽ ഞാൻ 6ാമത്തെ മകനാണ്. അപ്പോൾ എൻ്റെ ഈ ജീവിതശൈലി കണ്ട് എൻ്റെ അനിയനും ആ പാതയിലേക്ക് വരുമല്ലോ. അപ്പോൾ ചേട്ടന്മാരൊന്നും മദ്യം കഴിച്ച് അങ്ങനെയുള്ള മറ്റുള്ള രീതിയിലുള്ള പോകുന്ന വ്യക്തികളല്ല. പക്ഷേ എൻ്റെ സ്വഭാവത്തിന് മാറ്റങ്ങളുണ്ടായി. വഴക്കും മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് വഴക്കുണ്ടാകുന്ന സ്ഥലത്തൊക്കെ ചെല്ലുക, വഴക്കുണ്ടാക്കുക. അപ്പോൾ ആ രീതിയിൽ വന്നപ്പോൾ അവർ എന്നെ നന്നാക്കാൻ വേണ്ടി എനിക്കൊരു വിവാഹം നിശ്ചയിച്ചു. അപ്പോൾ ആ വിവാഹം നിശ്ചയിക്കുന്ന മുമ്പേ ഞാൻ റൈബാൻ സൂപ്പറേഴ്സ് എന്ന ഗാനമേള ട്രൂപ്പിനോട് ആലപ്പുഴയിൽ ഗാനമേള ട്രൂപ്പിലേക്ക് ചെന്ന് ചേർന്നു. 90 കാലഘട്ടത്തിൽ ഞാൻ റൈബാനിൽ ഗാനമേള ട്രൂപ്പിലേക്ക് വീണു. എന്നെ ഗാനമേളക്കേക്കാട്ട് വിളിച്ചു. ഞങ്ങൾ റൈബാൻ സൂപ്പറേഴ്സിലേക്ക് ഞങ്ങൾ കയറും. അന്ന് അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞങ്ങൾ ആ ടീം നല്ല ആലപ്പുഴയിൽ അറിയപ്പെടുന്ന ബ്ലൂ ഡൈംസ് കഴിഞ്ഞ് ക്ലാബ്സിൻ്റെ കൂടെ കട്ടിക്കാട്ട് നിൽക്കുന്ന ഒരു ഉറപ്പുള്ള ഒരു ട്രൂപ്പായിരുന്നു റൈബാൻ സൂപ്പറേഴ്സ് എന്ന് പറഞ്ഞ ഗാനമേള ട്രൂപ്പ്. അത് അങ്ങ് അറിയപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ആ ട്രൂപ്പിലെ ആർട്ടിസ്റ്റെല്ലാം ആലപ്പുഴക്കാരാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് എൻ്റെ സഹകരിക്കാനും പാടുവാനും ഓർക്കസ്ട്രയിൽ കൈകാര്യം ചെയ്യാനും എല്ലാവരും താല്പര്യത്തോടെ വന്നു. അപ്പോഴാണ് എൻ്റെ വിവാഹം ഉറപ്പിച്ചത്. എൻ്റെ വിവാഹം 1993 മെയ് മാസം 9-ാം തീയതി എൻ്റെ വിവാഹം നിശ്ചയിച്ചു. അങ്ങനെ എൻ്റെ വിവാഹം കഴിഞ്ഞു. അപ്പോൾ എൻ്റെ പിതാവും മാതാവും പോയി കണ്ട എഴുപന്ന ദേശത്താണ് ഒരു പെൺകുട്ടിയെ കണ്ടത്. ആ പെണ്ണിൻ്റെ പേര് മോളി എന്ന് പറയും. ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട്. ദൈവം എനിക്ക് നൽകിയ നന്മയാണ്, എൻ്റെ ഭാഗമാണ് എൻ്റെ ഭാര്യ. അങ്ങനെ എൻ്റെ വിവാഹ ഞാൻ ഇത് പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഭാരങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കുന്ന ആ കാലഘട്ടത്തിൽ എൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റമില്ലായിരുന്നു. എൻ്റെ പൈശാചികമായ ഒരു മനോഭാവം എൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ സംശയത്തിൻ്റെ രോഗത്തിൽ പിടിക്കപ്പെട്ടവനായിരുന്നു. എൻ്റെ ഭാര്യ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഞാൻ പ്രോഗ്രാമൊക്കെ പോയിട്ട് വരുമ്പോൾ രാത്രിയിലേക്ക് വരുമ്പോൾ ഞാൻ പാത്താണ് കയറി വരുന്നത്. അതുകൊണ്ട് എൻ്റെ ഭാര്യ വേറെ സ്ഥലത്താണോ, എൻ്റെ ഭാര്യ വേറെ
ഈ സ്വഭാവത്തിലാണെന്നുള്ള സംശയത്തിൻ്റെ രോഗം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഭാര്യയെ തല്ലുകയും ഒത്തിരി വഴക്കും ആയിട്ട് പ്രയാസത്തോണ്ടിരിക്കുക എൻ്റെ മാതാവിനും പിതാവിനും ഒത്തിരി പ്രയാസം ഉണ്ടായിരുന്നു പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയാണ് എൻ്റെ ഭാര്യ. അപ്പോൾ എൻ്റെ ഈ സ്വഭാവത്തിനൊരു മാറ്റമില്ലല്ലോ, വിവാഹം കഴിച്ചിട്ട് എനിക്കൊരു മാറ്റം ഉണ്ടാകും എന്നുള്ള ആ പ്രതീക്ഷയോടെ എൻ്റെ മാതാപിതാവും ഒത്തിരി വേദനിച്ചു. അപ്പോൾ എൻ്റെ അപ്പനും അമ്മയ്ക്കും എന്ന് പറഞ്ഞാൽ ഭക്തിയോടെ ഞങ്ങൾ വളർത്തിക്കൊണ്ട് ഞങ്ങൾ താമസിക്കുന്ന ദേശത്ത് ഒരു ചർച്ച് ഉണ്ട്, പള്ളിയുണ്ട്, ചെറിയൊരു പള്ളിയുണ്ട്. ആ പള്ളിയിലെ പാട്ടുകാരും കൊയറുകാരാണ് ഞാൻ അവിടെ പാടുന്ന പാട്ട് പാടുമ്പോൾ അനേകർ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഉൾക്കൊണ്ടാണ് അവിടുത്തെ ആ സ്ഥലത്തെ ആ പള്ളിയിലെ ദേവനെക്കുറിച്ച് ഞാൻ പാടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ പാടിക്കൊണ്ടിരുന്ന വ്യക്തി ഈ മാറ്റങ്ങളൊന്നുമില്ലേ, അപ്പോൾ എപ്പോഴും പ്രാർത്ഥനയും പാട്ടും പള്ളിയായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനൊരു മാറ്റമില്ലല്ലോ എന്ന് എൻ്റെ പിതാവും മാതാവും വിഷമിച്ചു. അങ്ങനെ ഞാൻ 1994 പിന്നെ വിവാഹ വാർഷികം ആഘോഷിക്കാൻ വേണ്ടി എല്ലാ ടീമിനെയും വിളിച്ചു വരുത്തി. അപ്പോൾ എൻ്റെ ഗാനമേള ട്രൂപ്പിലെ എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞു, വിവാഹ വാർഷികമാണ്, നമുക്ക് എല്ലാവർക്കും കൂടെ കൂടണം. അന്ന് മദ്യമൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് എല്ലാവരെയും വിളിച്ച് നല്ല രീതിയിൽ ആഘോഷിക്കാമെന്നുള്ള വർഷത്തെ വിവാഹ വാർഷികമല്ലേ എന്ന് പറഞ്ഞ് എല്ലാവരും ബന്ധുക്കാരെയും എല്ലാം വിളിച്ച് ക്ഷണിച്ചു. അപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ അവസാന കാലം 94 എൻ്റെ ജനുവരിയിൽ ഫെബ്രുവരി മാസം മറ്റേ പ്രോഗ്രാമൊക്കെ തീരാറായി. അപ്പം മെയ് മാസത്തിലാണ് ഈ എൻ്റെ വിവാഹം നടന്നത്. അപ്പോൾ ആ 7-ാം തീയതിയിലെ പ്രോഗ്രാമിന് ഞങ്ങൾ പാലക്കാടേക്ക് പോകാം. ലാസ്റ്റ് പ്രോഗ്രാമാണ് പാലക്കാട് എന്ന ആ സ്ഥലത്തേക്ക് ഞങ്ങൾ യാത്ര ചെയ്തു. ഞങ്ങളെല്ലാവരും സന്തോഷത്തോടെ യാത്ര ചെയ്തു. അപ്പോൾ ലാസ്റ്റ് പ്രോഗ്രാം വേണ്ട എല്ലാവരും പറഞ്ഞ് ഇന്ന് അടിച്ച് പിരിയുക, നമുക്ക് എല്ലാവർക്കും കൂടെ കൂടി നല്ലൊരു ലാസ്റ്റ് പ്രോഗ്രാമില്ലേ, അതുകൊണ്ട് എല്ലാവരും ഷെയർ ചെയ്തൊക്കെ ലാവിഷായിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തു പോയി. അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ച് മടങ്ങി വരുന്ന സമയത്ത് ഞങ്ങളുടെ വണ്ടി അപകടത്തിൽപ്പെടുവാൻ ഇടവന്നു. ആക്സിഡൻറ്റിൽ പെട്ടപ്പോൾ ഞങ്ങളുടെ 7 പേർക്കായിരുന്നു അപകടം ഉണ്ടായത്. ആ അപകടത്തിൽ 2 പേര് ഏറ്റവും കൂടുതൽ പരിക്കോടെ ആയിരുന്നു. അതായത് വ്യക്തി എന്നാൽ ഞാൻ, അതിൻ്റെ കൂടെ പാടുന്ന ഷീബ എന്ന് പറഞ്ഞ കുട്ടി, ഞങ്ങൾക്ക് കണ്ടവർക്കായിരുന്നു ഏറ്റവും കൂടുതൽ പരിക്ക്. അപ്പോൾ എൻ്റെ പെടലിയൊക്കെ തിരിഞ്ഞു, എൻ്റെ പല്ലെല്ലാം ഇളകി, ഞാനില്ലാത്തൊരു വികൃത രൂപം ആയി. അതിനെ മരണത്തിൻ്റെ അവസ്ഥയിലേക്ക് ഞാൻ മാറ്റപ്പെട്ടു. അപ്പോൾ എല്ലാവരും അവിടെ ആലപ്പുഴയിൽ അറിയപ്പെടുന്ന 2 റെയ്ബാൻ സൂപ്പർ ഹിറ്റ്സ് എൻ്റെ വണ്ടി ആക്സിഡൻറ്റിലുണ്ടായി 2 പേര് മരിച്ചെന്നാണ് അറിയപ്പെടുന്നത്. അത് ഞാനും ഈ പെൺകുട്ടിയാണ്. അപ്പോൾ വണ്ടി ആക്സിഡൻറ്റിൽ പെട്ടിട്ട് ഞങ്ങൾ മാത്രമല്ല എഴുന്നേക്കായിരുന്നു, ബാക്കി എല്ലാവരും വെളിയിലോട്ട് പോകും, ഞാൻ ബോധമില്ലാതെ എടുക്കുമായിരുന്നു. അപ്പം എല്ലാവരും വിചാരിച്ച് പണി തീർന്നെടുക്കുക, മരിച്ചു കിടക്കുക എന്നുള്ളത് അറിയില്ലാതെ പബ്ലിസിറ്റി ആയിരുന്നു. അങ്ങനെ രാവിലെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ എൻ്റെ പെടലിലേക്ക് തിരിഞ്ഞു വികൃതമായൊരു രൂപം. പിന്നെ പെട്ടെന്ന് തന്നെ KBM ഹോസ്പിറ്റലിലേക്ക്, അരൂര് വെച്ചായിരുന്നു ഈ അപകടം, KBM ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് അഡ്മിറ്റാക്കി. അവിടെ നിന്ന് ഡോക്ടർമാർ പറഞ്ഞു ഇത് സീരിയസ് ആയ കേസാണ്, അതുകൊണ്ട് വണ്ടാനം അല്ലെങ്കിൽ ഇവിടത്തേക്ക് പോകാൻ തിരുവനന്തപുരത്തേക്ക് പ്രിഫറൻസ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്നപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഞങ്ങൾ കൊണ്ടുവന്നു. അങ്ങനെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്ന് എന്നെ 10-ാം വാർഡിലേക്ക് അഡ്മിറ്റാക്കി. ആലപ്പുഴ മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ ടൗണിൽ തന്നെയായിരുന്നു. അപ്പോൾ വണ്ടാനം ആശുപത്രിയിലേക്ക് അന്ന് പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ ദന്ത ആശുപത്രി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പല്ലെല്ലാം പോയതുകൊണ്ട് അവിടെ കൊണ്ടുവന്ന് പല്ലൊക്കെ പിടിച്ചിടാന്നുള്ള ധാരണയിൽ എന്നെ അവിടെ അഡ്മിറ്റാക്കി. അപ്പം ഇന്നത്തെ കാലത്തുള്ള സ്കാനിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളൊന്നും അന്നില്ലായിരുന്നു. അവിടെ സ്കാൻ ചെയ്യണമെങ്കിൽ KBMൽ പോകണം ഞങ്ങൾ ആലപ്പുഴക്കാർ. ഇപ്പോൾ എല്ലാ സജ്ജീകരണങ്ങളും ആലപ്പുഴ മെഡിക്കൽ കോളേജിലുണ്ട്, അന്നത്തെ കാലത്തൊന്നും അന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ അടുത്ത് ഡോക്ടർമാർ പറഞ്ഞ് 48 മണിക്കൂർ എനിക്ക് വിധി എഴുതി. എൻ്റെ ആയുസ്സിന് അത്രയ്ക്കും സീരിയസ് ആയി കിടക്കുന്നത്. എൻ്റെ യൗവനപ്രായം 28 വയസ്സുള്ളന്ന് ആ കാലത്ത്, 94 കാര്യം 28-ാമത്തെ വയസ്സിൽ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയായിരുന്നു. ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങൾ കഞ്ചാവിനും മദ്യത്തിനും ലഹരിയിലും ലഹരിയിൽ ആസ്വദിച്ചേർന്ന വ്യക്തി മരണത്തിൻ്റെ അവസ്ഥയിലേക്ക് കിടക്കുന്ന അവസ്ഥയിലായപ്പോൾ ഷീബ എന്ന് പറഞ്ഞ പാട്ടുകാരിയെ കാണാൻ വേണ്ടി പോട്ടേൽ ധ്യാനഭവനിൽ പാടിക്കൊണ്ടിരുന്ന പെൺകുട്ടിയോടെ കിടന്നു. അന്ന് ഏകദേശം അപ്പോൾ 8-ാം തീയതി ആക്സിഡൻറ്റ്, വെളുപ്പിനെ 8-ാം തീയതി ആക്സിഡൻറ്റ് ഉണ്ടാകുന്നു, അവിടെ അഡ്മിറ്റ് ആകുന്നു. 9-ാം തീയതി കഴിഞ്ഞു. 10-ാം തീയതി രാത്രിയിൽ 48 മണിക്കൂർ കഴിയാം. 10-ാം തീയതി രാത്രിയിലായപ്പോൾ ഈ പെൺകുട്ടിയെ കാണാൻ വേണ്ടി ഏകദേശം ഒരു 12 മണി ഏകദേശമായി. പെൺകുട്ടിയെ കാണാൻ വേണ്ടി ഈ ആൻസി എബ്രഹാം എന്ന് പറഞ്ഞ ഒരു പാട്ടുകാരി ഉണ്ടായിരുന്നു, പോട്ടേൽ ധ്യാനഭവനിൽ പാടിക്കൊണ്ടിരിക്കുന്നത്, കോട്ടയംകാരിയാണ്. ആ പെൺകുട്ടി വന്ന് ഈ സഹോദരിയെ കണ്ടിട്ട് മടങ്ങുമ്പോൾ ഈ ഷീബ എന്ന് പറഞ്ഞ സഹോദരിയുടെ പിതാവ് പറഞ്ഞു, തബലിസ്റ്റ് അവിടെ സീരിയസ് ആയിട്ട് കിടക്കുകയാണ്, ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും. ഡോക്ടർമാർ 48 മണിക്കൂർ പറഞ്ഞിരിക്കുന്ന വിധിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് നിങ്ങൾ സഹോദരി മോളൊന്ന് പോയി പ്രാർത്ഥിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ സഹോദരി എൻ്റെ ബെഡിലേക്ക് വന്ന് എന്നെ കണ്ടിട്ട് ഫസ്റ്റിലെ പറയുന്ന വാക്കിതാ, ചേട്ടൻ ഇന്ന് മരിച്ചാൽ ചേട്ടൻ്റെ ആത്മാവ് എവിടെ പോകും? ആ ചോദ്യത്തിന് എനിക്ക് മറുപടി ഇല്ലാതായി. എന്ന് പറഞ്ഞാൽ ഞാൻ മരണാവസ്ഥയിൽ കിടക്കുന്ന എൻ്റെ പെടലിയൊക്കെ തിരിഞ്ഞു ഒരു വികൃതമായ രൂപം, യൗവനപ്രായമായിട്ട് ഒരു വികൃതമായ രൂപത്തിൽ ഞാൻ കിടക്കുന്ന മരണം കണ്ടു കിടക്കുന്ന എൻ്റെ അടുത്ത് പറയാം, ചേട്ടൻ ഇന്ന് മരിച്ചാൽ ചേട്ടൻ്റെ ആത്മാവ് എവിടെ പോകുന്നുണ്ട്? ഞാനൊരു ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച വ്യക്തി
ആയതുകൊണ്ട് എനിക്കറിയാം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ സ്വർഗത്തിൽ പോകുന്നുള്ള പ്രത്യാശ അന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അന്ന് ആ രീതിയിലായിരുന്നു ഞങ്ങൾ വിശ്വസിച്ചിരുന്ന. സ്വർഗത്തിൽ പോകുന്ന പറഞ്ഞാൽ മരിച്ച് നമ്മൾ മദ്യത്തിൽ മയക്കുമരുന്നിൽ അടിമപ്പെട്ട് എന്ന വ്യക്തി മരിച്ചാലും ഞങ്ങളുടെ കുദാശ വഴി ഞങ്ങൾക്ക് സ്വർഗത്തിൽ പോകാം. അപ്പോൾ ആ രീതിയിലുള്ള അവസ്ഥയിലായിരുന്നു ഞാൻ വിശ്വസിച്ചിരുന്നത്. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, ചേട്ടാ ഭാവി അതായത് മദ്യത്തിൽ മയക്കുമരുന്നിൽ അടിമപ്പെട്ട് പാപജീവിതം ചെയ്ത വ്യക്തി ഒരിക്കലും മരിച്ചാൽ സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. അപ്പോൾ സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല എന്ന് പറഞ്ഞ പാവി ചേട്ടൻ നിന്ന് മരിച്ചാൽ ഇന്ന് കിട്ടുന്ന നിത്യതയല്ല, നിത്യനാശത്തിലേക്ക് നരകത്തിലേക്കാണ് ചേട്ടൻ പോകുന്നത്. അതുകൊണ്ട് ദൈവത്തെ ഇന്ന് രക്ഷിതാവായി സ്വീകരിച്ചാൽ ചേട്ടനെ ദൈവം സൗഖ്യമാക്കുന്നു. അന്ന് രാത്രി ഞാൻ എപ്പോഴും അപ്പോൾ എനിക്ക് ഇഞ്ചക്ഷൻ ചെയ്താണ് വായിക്കുന്നത്. പെടലിയൊക്കെ തിരിഞ്ഞിരിക്കുന്നുണ്ട്, മയങ്ങാതെ എടുക്കുന്നതുകൊണ്ട് എൻ്റെ ഭാര്യ എടുത്തിരിക്കും. ഞാൻ വീട്ടിൽ നിന്ന് ബൈബിൾ എടുത്തുനിന്ന് സമ്പൂർണ്ണ ബൈബിളാണ് കട്ടിലേക്ക് കൊണ്ട് വെച്ചു. ഞങ്ങൾ തുറന്നാണ് വായിച്ചത്. അപ്പോൾ എൻ്റെ ഭാര്യ എടുത്ത് പറഞ്ഞാൽ ആ ബൈബിൾ നിർത്തുക. കട്ടിലേക്ക് കിടന്നുകൊണ്ട് ആ ബൈബിൾ തുറന്ന് വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ അധ്യായം മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ ആണ് അതിൻ്റെ അത് കിട്ടിയത്. അപ്പോൾ 10-ാം വാക്യത്തിൽ പറഞ്ഞു നിൻ്റെ പാപങ്ങളൊക്കെ ഞാൻ ക്ഷമിച്ചു തന്നിരിക്കുന്നു, കിടക്കിയെടുത്ത് നടക്കുക. അതായത് ആ വചനമാണ് എനിക്ക് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് പക്ഷാപാതക്കാരനായ വ്യക്തിയെ കുറച്ച് സഹോദരന്മാർ ചുമന്നുകൊണ്ട് വന്നിട്ട് കബർനവ് എന്ന കബർനഭൂമിയിലെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് യേശു അവിടെ ഉണ്ടായിരുന്നു. യേശുള്ള ശ്രുതി അവിടെ പകർന്നപ്പോൾ ഈ പക്ഷാപാതക്കാരനെ കൊണ്ടുവന്ന് മേൽക്കൂര പൊളിച്ച് താഴേട്ട് ഇറക്കിയപ്പോൾ യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് ഈ പക്ഷാപാതക്കാരനോട് പറയുന്ന വാക്കാണ്, സഹോദരൻ നിൻ്റെ പാവങ്ങളൊക്കെ ഞാൻ ക്ഷമിച്ചു തന്നിരിക്കുന്നു, കിടക്കെഴുന്നേറ്റ് നടക്കാമെന്ന് പറഞ്ഞു. ആ വചനം എന്നെ അങ്ങ് ആഴമായി എന്നിൽ ഇറങ്ങി വന്നു എന്ന് പറഞ്ഞാൽ ഞാനത് പൂർണ്ണമായി വിശ്വസിച്ചു. എന്ന് പറഞ്ഞാൽ യേശു എൻ്റെ പാവങ്ങളെ ക്ഷമിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം എന്നിലുണ്ടായി. അപ്പോൾ പാപിയായ വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എൻ്റെ പാവങ്ങളൊക്കെ ഏറ്റുപറയാൻ തുടങ്ങി. അന്ന് രാത്രി ഞാൻ പറഞ്ഞു, താവേ ഞാൻ പാപിയായ മനുഷ്യനാണ്, ഞാൻ മദ്യവും കഴിക്കും, ഞാൻ കഞ്ചാവ് വലിക്കും, മറ്റുള്ള പാവ സ്വഭാവത്തിൽ നടക്കുന്നവനാണ്, എല്ലാ പാവ സ്വഭാവം എനിക്കുണ്ട്, എന്നോട് ക്ഷമിച്ച് എന്നെ ഒരു നിത്യ ജീവിതത്തിലേക്ക് എന്നെ നയിക്കണമേ എന്ന് ഞാൻ രാത്രി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ദൈവം കേട്ടു. എൻ്റെ പാപങ്ങളെല്ലാം ദൈവം അന്ന് ആ രാത്രി തന്നെ സൗഖ്യമാക്കുന്നത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് എൻ്റെ വേദന അങ്ങ് മാറി ഞാൻ രാത്രി സുഖമായി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഡോക്ടർമാർ വന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞ് വണ്ടാന ആശുപത്രിയിലേക്ക് കൊണ്ടാം, പല്ലെല്ലാം നേരെ പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് 3 മാസം റെസ്റ്റ് ചെയ്യണം, ഇതുവരെയും കുഴപ്പമില്ലല്ലോ, അതുകൊണ്ട് ആ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് എന്നെ ഭവനത്തിലേക്ക് പറഞ്ഞു വിട്ടു. ഞാൻ അങ്ങനെ ഭവനത്തിലേക്ക് വീട്ടിൽ വന്ന് അപ്പം ഞാൻ കല്യാണം കഴിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ എൻ്റെ മാതാവും പിതാവും പെൻഷനൊക്കെ ആയി കഴിഞ്ഞിട്ട് അവർ വസ്തു വാങ്ങിയ വട്ടേൽ സ്കൂളിൻ്റെ അടുത്താണ്. അവിടെ ഞങ്ങൾ ഒരു 5 സെൻറ്റ് സ്ഥലം വാങ്ങിച്ച് അവിടെ ഒരു വീട് വെച്ച്, അപ്പോൾ അവിടെ വെച്ചാണ് എൻ്റെ വിവാഹം നടന്നത്. അങ്ങനെ അവിടെയാണ് ഞാൻ പിന്നെ താമസിക്കുന്നത്. പള്ളിയിലെ അച്ഛന്മാർ, ഞാൻ കോയറിലെ പാട്ട് തബല വായിക്കുന്ന അച്ഛന്മാർ എന്നെ കാണുവാൻ വരും. രാവിലെ വന്ന് പള്ളിയിലെ കുർബാന കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ വന്ന് എന്നോട് വന്ന് ആശ്വാസ വചനങ്ങളൊക്കെ പറഞ്ഞു പോകും. അപ്പോൾ ഞാൻ ഈ ബൈബിൾ വായിക്കാൻ തുടങ്ങി. അങ്ങനെ ബൈബിൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ പാപത്തെക്കുറിച്ചുള്ള ബോധം എൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വന്നു. അങ്ങനെ ഞാൻ നിരന്തരം മാനസാന്തരപ്പെടാൻ തുടങ്ങി. എൻ്റെ ഭാര്യയോട് ഞാൻ ഓരോ പാപങ്ങൾ ഏറ്റുപറയാൻ തുടങ്ങി ആ ഓരോ നിമിഷവും. അങ്ങനെ എൻ്റെ ഭാര്യയോടും എൻ്റെ ദൈവത്തോടും പറഞ്ഞ് നെരുപ്പ് പ്രാപിച്ച് എന്നോട് എനിക്ക് ശത്രുതയുള്ളവരോട് സംസാരിക്കുകയും അവരോട് സ്നേഹത്തോടെ ഇടപെടുകയും ചെയ്തു പോകുന്നു. അങ്ങനെ ആ ക്രിസ്ത്യ ജീവിതത്തിൽ എൻ്റെ പാപ സ്വഭാവ ആയിരുന്ന കാലഘട്ടത്തിൽ എൻ്റെ ചേട്ടൻ എൻ്റെ കോയറിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അന്ന് ചേട്ടൻ സംഗീതം ചെയ്ത പാട്ട്, ആഞ്ചലോസ് എന്ന് പറഞ്ഞ ചേട്ടൻ സംഗീതം ചെയ്ത പാട്ടാണ്. യേശുവെ അങ്ങേ കാണും മുൻപേ അന്ധനായിരുന്നു, നിൻ വചനം കേൾക്കും മുൻപേ ബധിരനായിരുന്നു. അത് ആ പാട്ട് എഴുതിയത് ജസ്റ്റിൻ എന്ന് പറഞ്ഞ ഒരു സഹോദരനാണ്. ആലപ്പുഴയിൽ പറവൂർ സ്വദേശിയായിരുന്നു. ആ സഹോദരനാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ജീസസ് യൂത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്രദറാണ്. ആ സഹോദരൻ എഴുതിയ പാട്ട് എൻ്റെ ചേട്ടൻ സംഗീതം ചെയ്തു. അങ്ങനെ ആ പാട്ട് ഞാൻ അന്ന് പാടിയപ്പോൾ അത്ര ഉൾക്കൊണ്ടല്ല പാടിയത്, പക്ഷേ എൻ്റെ അനുഭവത്തിൽ കൂടെയുള്ള ആ പാട്ടാണെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. ആ പാട്ട് ഇങ്ങനെയാണ്: യേശുവേ അങ്ങയെ കാണും മുൻപ് അന്ധനായിരുന്നു ഞാൻ, യേശുവേ അങ്ങയെ കാണും മുൻപ് അന്ധനായിരുന്നു ഞാൻ, നിൻ തിരുവചനം കേൾക്കും മുൻപ് ബധിരനായിരുന്നു ഞാൻ, നിൻ തിരുവചനം കേൾക്കും മുൻപ് ബധിരനായിരുന്നു ഞാൻ.
അങ്ങനെ ഈ പാട്ട് ഞാൻ പാടാൻ തുടങ്ങി. എൻ്റെ അനുഭവത്തിൽ കൂടെയുള്ള പാട്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ, ജീവൻ്റെ നാഥ അങ്ങേ മറന്ന് ഞാൻ മൃതനായിരുന്നു, ജീവൻ്റെ നാഥ എന്നിൽ വന്ന പുതുജീവിതം എനിക്ക് നൽകി. അതെ, പാപ സ്വഭാവത്തിൽ കിടന്ന എൻ്റെ പാപത്തിൻ്റെ പടിക്കുഴി കിടന്ന യേശു എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ എനിക്കൊരു വ്യത്യാസം. അങ്ങനെ ഞാൻ എൻ്റെ ദേശത്ത് എൻ്റെ കൂട്ടുകാരന്മാരോട് ഈ കർത്താവിനെക്കുറിച്ച്, യേശുവിനെക്കുറിച്ച് പറയുവാനും, ഞാൻ ആയിരുന്ന റൈബാൻ സൂപ്പേഴ്സ് എന്ന ഗാനമേള ട്രൂപ്പിലും ചെന്ന് പറയുവാണ്, യേശു എന്നെ സൗഖ്യമാക്കി. നിങ്ങൾക്കറിയാലോ, അതുകൊണ്ട് യേശു ആണ് എന്നെ സൗഖ്യമാക്കിയത്. അതുകൊണ്ട് ഞാൻ ദൈവത്തിന് വേണ്ടി ഞാൻ എൻ്റെ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ, എനിക്ക് പാടാൻ തന്ന കഴിവും തബല വായിക്കാനുള്ള കഴിവും എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിൻ്റെ കലാരംഗങ്ങളിൽ നിന്നും ഞാൻ വിടവാങ്ങി. അങ്ങനെ ഞാൻ യേശുവിന് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ജീവിത മാർഗ്ഗമില്ല, ജീവിക്കാൻ വകയില്ല. കലാപരമായിട്ട് കിട്ടുന്ന നന്മ കൊണ്ടാണ് ഞാൻ എൻ്റെ ഭാര്യ കഴിയുന്നത്. അങ്ങനെ പ്രാർത്ഥന ആയിട്ട് കടന്നു വന്നപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് താമസം മാറി വേറെ സ്ഥലത്ത് താമസം തുടങ്ങി. അപ്പോൾ ഉപജീവന മാർഗത്തിൽ ഒരു വഴിയില്ല, പട്ടിണിയാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഞാൻ ഉപവാസ പ്രാർത്ഥനയൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഉപവാസ പ്രാർത്ഥനയിലേക്ക് പോയി പങ്കെടുക്കുകയും ആ പ്രാർത്ഥനയിൽ സമാപന സമയം കഞ്ഞിയും പയറൊക്കെ കാണും, അതൊക്കെ കുടിച്ചാണ് ഞങ്ങൾ വീട്ടിൽ വരുന്നത്. പിന്നെ ഒരു സംഗീത ട്രൂപ്പിൻ്റെ കൂടെ പോകാൻ എനിക്ക് അവസരം നൽകി. എന്നാലും പലപ്പോഴൊക്കെ പ്രോഗ്രാം കുറവായിരുന്നു. ഞാൻ ഈ ലോകപരമുള്ള കലാരംഗങ്ങൾ വിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ക്രിസ്തീയ ട്രൂപ്പിൻ്റെ കൂടെ പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ക്രിസ്തീയ സംഗീത ട്രൂപ്പിൻ്റെ കൂടെ. അങ്ങനെ ഒത്തിരി കഷ്ടതയിൽ കൂടെ നടന്ന് പ്രാർത്ഥിക്കുകയും ദൈവത്തെ നിരന്തരം മുട്ടിപ്പായി ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതനുസരിച്ച് ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ എനിക്ക് ഒരു ജോലി കിട്ടുവാൻ ദൈവം അവസരം നൽകി. അതിനു മുമ്പേ ഞാൻ ഒത്തിരി കടക്കാരനായിട്ട് മാറി. എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസ്തനായതുകൊണ്ട്, വിശ്വാസത്തിലേക്ക് വന്നുകൊണ്ട്, യേശുവിനെ അറിഞ്ഞതുകൊണ്ട് ഞാൻ എന്നെ നിർത്തിക്കൊണ്ട് എന്നെക്കൊണ്ട് പലരും പണം ചോദിപ്പിച്ച് ഓരോരുത്തർക്ക് ആവശ്യം. എനിക്കറിയാവുന്നൊരു സഹോദരി എന്നെ ഭയങ്കര കാര്യമാണ്. ഞാൻ മേടിച്ച് പൈസ എഴുതലിൽ നിന്ന് മേടിച്ചു കൊടുത്ത് ഞാൻ കടക്കാരനായി മാറി. അങ്ങനെ ജോലി ഇടുന്നപ്പോൾ 6-7 ലക്ഷം രൂപ കടക്കാരനായിട്ട് ഞാൻ മാറി. ഈ മേടിച്ചവരാരും ഈ സഹോദരിക്ക് കൊടുക്കാതെ വന്നപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞ്, റൈനോൾഡ് സഹോദരൻ തന്നേ പറ്റത്തുള്ളൂ എന്ന് എന്നെ അതിനകത്ത് അഴുക്കൊക്കെ പറയുക. അങ്ങനെ പ്രയാസമായി. അന്ന് എനിക്ക് ഒത്തിരി ദുഃഖങ്ങളായി തന്ന് ഈ ദൈവം എനിക്ക് നൽകിയ നന്മയാണ് ഈ ജോലി. അന്നുള്ള ആ കടങ്ങളൊക്കെ മാറുവാനും ബാങ്കിലെ കടങ്ങളൊക്കെ കൊണ്ട് ദൈവം വന്നാലും എനിക്ക് ആ ഉള്ള നന്മ കൊണ്ട് ജീവിപ്പാൻ ദൈവം അവസരം നൽകി. ഇന്ന് സുവിശേഷ വേലയിൽ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ, കർത്താവിൻ്റെ സാക്ഷിയായി നിൽപ്പാൻ, കർത്താവിന് വേണ്ടി പാടുവാൻ തക്കവണ്ണം ദൈവം ആരോഗ്യം നൽകിക്കൊണ്ടിരിക്കുന്നു. ഞാനും എൻ്റെ ഭാര്യയും സന്തോഷത്തോടെ ജീവിക്കുന്നു. എന്നിൽ കേൾക്കുന്ന ഈ മീഡിയയിൽ കൂടെ എന്നെ കാണുന്ന സഹോദര, ഞാൻ ഒരു കാലത്ത് പാപത്തിൻ്റെ വഴി കിടന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ പാപ സ്വഭാവം വിട്ട് ആ സഹോദരി ചോദിച്ചത്, ഇന്ന് ചേട്ടൻ മരിച്ച ചേട്ടൻ്റെ ആത്മാവ് എവിടെ പോകുന്നെന്ന് ചോദിച്ചതുപോലെ ഇന്ന് ഞാൻ എൻ്റെ സഹോദരന്മാരോട് ഞാൻ ചോദിക്കുന്നു, ഇന്ന് ഈ കേൾക്കുന്ന സഹോദരന്മാരോട് ചോദിക്കുന്നു, ഇന്ന് നീ മരിച്ചാൽ നിൻ്റെ ആത്മാവ് എവിടെയാണ്? നിത്യതയിലേക്കാണോ നീ പോകുന്നത്, യാത്ര ചെയ്യുന്നത്? അതോ ലോകപരമാകുന്ന മോഹങ്ങളിലേക്കാണോ നീ പോകുന്നത്? പാപത്തിൻ്റെ വഴിയിലേക്കാണോ നീ യാത്ര ചെയ്യുന്നത്? സഹോദരൻ, നിന്നെ രക്ഷപ്പെടുത്താൻ, നിന്നെ രക്ഷിക്കാൻ കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഭൂജാതനായി. ഞാനിപ്പോൾ നമ്മൾ ഈ ക്രിസ്മസ് കാലഘട്ടമാണല്ലോ, ക്രിസ്മസിൽ യേശു ജനിക്കുന്നത്. ഞാൻ അന്നത്തെ യേശു ക്രിസ്തു ജനിക്കുന്ന സമയങ്ങളിലൊക്കെ യേശു ക്രിസ്തു പുൽക്കൂടിൽ തന്നെയാണ് ഞാൻ ജനിച്ചതെന്നാണ് വിശ്വസിച്ചത്. അതുകൊണ്ട് ഞാൻ മദ്യം കഴിക്കുമായിരുന്നു, മയക്കുമരുന്നിൽ അടിമപ്പെട്ട് ക്രിസ്മസ് കാലഘട്ടത്തിലാണ് ആഘോഷിക്കുന്നത്. പക്ഷേ ഇപ്പം മനസ്സിലായി, യേശു ജനിക്കുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിലാണ്. ആദ്യമേ ജനിച്ചത് മറിയത്തിൻ്റെ ഹൃദയത്തിലാണ് ആദ്യമേ ജനിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് മറിയത്തിൻ്റെ ഉദരത്തിൽ യേശു ജനിച്ചെടുക്കുന്നത്. അപ്പോൾ അതുപോലെ നമ്മുടെ ഹൃദയത്തിൽ യേശു ജനിച്ചാൽ നമ്മുടെ കുടുംബം രക്ഷപ്പെടാതിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ കേൾക്കുന്ന സഹോദരനോട് പറയണം, നീ പാപത്തിൻ്റെ വഴിയിൽ വിട്ട് കർത്താവിന് വേണ്ടി ജീവിച്ചാൽ നിനക്കൊരു നിത്യതയുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ